പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും, ആദ്യത്തെ 3 മാസം വളരെ ശ്രദ്ധിക്കണം, ട്രാവൽ ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നോർമൽ ഒരു പ്രഗ്നൻസി ഒരു 10-15% ആണ് അബോർഷൻ റേറ്റ് ഉള്ളത്. അതിനകത്ത് 80% സംഭവിക്കുന്നത് ആദ്യത്തെ 3 മാസങ്ങളിലാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മെജോറിറ്റി ആയിട്ട് വരുന്ന അബോർഷൻസും ഉണ്ടാവാനുള്ള കാരണം കുഞ്ഞിന് അഥവാ ഫീറ്റസിന് ഉള്ള ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അല്ലാതെ അത് അമ്മ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ചെറിയൊരു ശതമാനം നമുക്ക് മദറിന് എന്തെങ്കിലും ഡിസീസസ്, അതായത് തൈറോയിഡ് ഡിസീസസ്, പിന്നെ അൺകൺട്രോൾഡ് ഷുഗേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജനറ്റിക് പ്രോബ്ലംസ്, എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ. പിന്നെ ഒരു ഫാക്ടറാണ് മദറിൻ്റെ ഏജ് വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അതും നമ്മൾ ചെന്നെത്തുന്നത് കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം എന്നുള്ളതാണ്. മദറിന് ഏജ് കൂടുന്തോറും ബേബിക്ക് ജനറ്റിക് അബ്നോർമാലിറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി ആദ്യത്തെ 3 മാസങ്ങളിൽ ഉണ്ടാവുന്ന അബോർഷൻസ് കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് കിടന്നുകൊണ്ടോ ട്രാവൽ ചെയ്യാതിരുന്നുകൊണ്ടോ ഒന്നും അബോർഷൻ സംഭവിക്കാതിരിക്കുന്നില്ല. വളരെ ഒരു ചുരുക്കം. പിന്നെ ഇനി നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് വരുന്ന അബോർഷൻസ് ആണ് നമ്മൾ ഗർഭാശയമുഖം ഓപ്പണായി പോയിട്ടും പ്ലാസെൻ്റ താഴെയായിട്ടും അങ്ങനത്തെ ഉള്ള ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില കണ്ടീഷൻസിൽ നമുക്ക് റെസ്റ്റ് കൂടുതൽ വേണ്ടത്. അല്ലാത്ത ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല.